അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡീകോഡറാണ്. അപ്പോൾ എന്താണ് ഡീകോഡർ? ഡീകോഡർ എന്ന് പറയുന്നത് അതിനുള്ളിൽ മൾട്ടിപ്പിൾ ഇൻപുട്ട് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ n ഇൻപുട്ട് ഉള്ളതെങ്കിൽ m ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. അതാണ് ഡീകോഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് 2 to 4 ലൈൻ ഡീകോഡർ. അതായത് കുറച്ച് ഇൻപുട്ടും അതുപോലെ തന്നെ കുറേ ഔട്ട്പുട്ടും അങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമ്മൾ ഡീകോഡർ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് 2 to 4 ലൈൻ ഡീകോഡറാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ഇൻപുട്ട്സ് ആയിട്ട് എയും ബി ആണുള്ളത്. എയും ബി എഴുതി, അപ്പോൾ അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ നമ്മൾ ഇവിടെ വരച്ചു. അതിനുശേഷം ഔട്ട്പുട്ടിൽ എങ്ങനെയാണ്, ആദ്യം D0 ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് D0, D1, D2, D3 ആണ്. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് വെച്ചാൽ എയും ബിയും 0 ആവണ കേസിൽ D0 1 ആയിരിക്കും, ബാക്കിയെല്ലാം 0 ആയിരിക്കും. എയും ബിയും ബി 1 ആയിരിക്കുന്ന കേസിൽ D1 1 ആയിരിക്കും, എ 1 ആയിരിക്കുന്ന കേസിൽ D2 1 ആയിരിക്കും, എയും ബിയും രണ്ടും 1 ആയിരിക്കുന്ന കേസിൽ D3 1 ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അതിൻ്റെ ഫിഗർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ്, എയും ബിയും ആദ്യം നമ്മൾ വരയ്ക്കുക, അതിൻ്റെ എന്ത് വരയ്ക്കുക, നോട്ട് ഗേറ്റ് യൂസ് ചെയ്തിട്ടുള്ള ലൈൻ നമ്മൾ വരയ്ക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, D0 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എയും ബിയും 0 ആവണം, അല്ലെങ്കിൽ എയും ബിയും എ ഡാഷും ബി ഡാഷും ആയിരിക്കണം. അപ്പോൾ എ ഡാഷ് ഒരു ലൈൻ വരച്ചു, ബി ഡാഷ് ഒരു ലൈൻ വരച്ചു, അതൊരു ആൻഡ് ഗേറ്റിലൂടെ നമ്മൾ പാസ് ചെയ്തു, അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് D0 കിട്ടി. ഇനി D1 എങ്ങനെ കണ്ടുപിടിക്കണേ, എ ആദ്യം എന്തിലൂടെ പാസ് ചെയ്യണം, എ ഡാഷ് പാസ് ചെയ്യണം, അതുപോലെ തന്നെ ബിന്ന് തന്നെ ജസ്റ്റ് പാസ് ചെയ്യണം, ആൻഡ് ഗേറ്റ് ചെയ്തു, D1 കൊടുത്തു. അടുത്തതിൽ 1 0 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 1ലാണ്, അതുകൊണ്ട് അത് ജസ്റ്റ് എ എന്ന് തന്നെ എടുത്തു. പിന്നെ 0 എന്ന് പറയുന്നത് ബി ഡാഷ് ആണ്, അപ്പോൾ ബി ഡാഷ് എടുത്തു, അത് ആൻഡ് ഗേറ്റ് ചെയ്തു, D2 നമ്മൾ വെച്ചു. ഇനി D3 രണ്ടും 1 ആണ്, അപ്പോൾ എയിൽ നിന്ന് എടുക്കുക, ബിയിൽ നിന്ന് എടുക്കുക, ഔട്ട്പുട്ട് D3 പോവാം. അപ്പോൾ അത്രയല്ലോ ഡീകോഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എൻകോഡറാണ്. എന്താണ് എൻകോഡർ? അതായത് ഒരു ബൈനറി കോഡിൽ നിന്ന് മറ്റൊരു ബൈനറി കോഡിലേക്ക് മാറ്റുന്ന ഒരു മെഷീനാണ് എന്തെന്ന് പറയുന്നത്, എൻകോഡർ എന്ന് പറയുന്നത്. ഇവിടെ നമ്പർ ഓഫ് ഇൻപുട്ട് ലൈൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ലൈനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് ഇൻപുട്ട് ലൈൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ലൈനായിട്ടും കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെ 4 ഇൻപുട്ട് ലൈൻ കൊടുക്കുന്നത് നോക്കിയാൽ നമുക്കിവിടെ എക്സാമ്പിളായിട്ട് പഠിക്കാനുള്ളത് 4:2 എൻകോഡറാണ്. 4 ഇൻപുട്ട് ഉണ്ടെങ്കിൽ 2 ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ അതിനായിട്ടും കുറവുള്ള എന്തായിരിക്കും ഔട്ട്പുട്ട്സ് ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ അതിനെങ്ങനെ ടേബിൾ നമ്മൾ വരയ്ക്കുക, ടേബിൾ നമ്മൾ ഇൻപുട്ട്സിൽ Y3, Y2, Y1 Y3, Y2, Y1, Y0. ഇൻപുട്ട്സിലാണെങ്കിൽ എയും ബിയും വരും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം Y0 1 വരും, Y1 1 വരും, Y2 1 വരും, Y3 1 വരും. ഇവിടെ നമ്മൾ ജസ്റ്റ് ആ കോമ്പിനേഷൻ 0 0 0 1 1 0 1 1 കൊടുക്കുക. ഇതെങ്ങനെ കണ്ടുപിടിക്കുക, എയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക, എയുടെ വാല്യൂ എവിടേക്കാണ് 1 ഉള്ളത് നോക്കുക, ആ 1 ഇവിടെ എവിടെ 1 ഉള്ളത് നോക്കുക. ഓക്കെ, എയുടെ ഈ അവസാനത്തെ രണ്ടെണ്ണത്തിലാണ് 1 നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റത്തെ 1 ഏത് ഇൻപുട്ടിൻ്റെ അടിയിലാണ് നോക്കുക, അപ്പോൾ Y2ൻ്റെ അടിയിലാണ്. അപ്പോൾ നമ്മൾ Y2 എന്ന് എഴുതി, പ്ലസ് ഈ 1 എന്ന് പറയുന്നത് Y3യുടെ അടിയിലാണ്, അപ്പോൾ Y2 + Y3. ബി എന്ന് പറയുന്നത് ഇവിടെയാണ് 1, അപ്പോൾ അത് Y1 എന്ന് വരും, ഇവിടെ 1, ഇവിടെ Y3 എന്ന് വരും. അപ്പോൾ ബി എന്ന് പറയുന്നത് Y1 + Y3 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് എൻകോഡർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാരിറ്റി ആണ്. എന്താണ് പാരിറ്റി എന്ന് പറയുന്നത്? പാരിറ്റി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ബൈനറി ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നോയ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ നോയ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ അത് ആ ഡാറ്റനെ ഓൾട്ടർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് പാരിറ്റി എന്ന് പറയുന്നത്? അതായത് നമ്മൾ ബൈനറി ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു നോയ്സ്, അതായത് നോയ്സ് ഉണ്ടാവും. ആ നോയ്സ് എന്തുണ്ടാവും, ഡാറ്റനെ ഓൾട്ടർ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ എറർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു പാരിറ്റി ബിറ്റ് എന്ന് പറഞ്ഞ നമ്മൾ ആ ഡാറ്റയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ടു മേക്ക് ദ നമ്പർ ഓഫ് വൺസ് ഓർ ഈവൻ. അപ്പോൾ നമ്മൾ ഈ ഡാറ്റ അയക്കുന്നതോട് കൂടെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തയക്കും, ഈ പാരിറ്റി ബിറ്റും നമ്മൾ അയക്കും. അപ്പോൾ മെസ്സേജ് കണ്ടെയ്നിങ് ദ ഡാറ്റ ബിറ്റ്സ് അലോങ് വിത്ത് പാരിറ്റി ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ട്രാൻസ്മിറ്റർ നോഡ് ടു റിസീവർ നോഡ്. അതായത് ഡാറ്റ ബിറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാറ്റ ബിറ്റിൻ്റെ കൂടെ തന്നെ ഈ പാരിറ്റി എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. എവിടുന്ന്? ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവർ നോഡിലേക്ക് നമ്മൾ അത് ട്രാൻസ്മിറ്റ് ചെയ്യും.
അങ്ങനെ റിസീവർ നോഡിൽ എത്തിക്കഴിഞ്ഞാൽ ദ പാരിറ്റി ബിറ്റ് ഈസ് ചെക്ക്ഡ് വിത്ത് നമ്പർ ഓഫ് വൺസ് ഇൻ ദ ഡാറ്റ ആൻഡ് ഇഫ് ഡസ് നോട്ട് മാച്ച് എറർ ഈസ് ഡിറ്റക്റ്റഡ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു പാരിറ്റി ബിറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ പാരിറ്റി ബിറ്റ് എന്തായിട്ട് ചെക്ക് ചെയ്യും? അതായത് ആ ഡാറ്റയിൽ എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് അത് മാച്ച് ആയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു എറർ ഡിറ്റക്റ്റ് ചെയ്യുന്നതെന്ന് അർത്ഥം. അതാണ് പാരിറ്റി എന്ന് പറയുന്നത്. നമുക്ക് 2 ടൈപ്സ് ഓഫ് പാരിറ്റി ഉണ്ട്. ഓഡ് പാരിറ്റി ഉണ്ട്, ഈവൻ പാരിറ്റി ഉണ്ട്. ഓക്കെ, നമുക്ക് 8:3 ലൈൻ എൻകോഡർ, നമ്മൾ നേരത്തെ എൻകോഡർ പഠിച്ചു. അപ്പോൾ അതിൻ്റെ അടുത്ത ഒരു എക്സാമ്പിളാണ് 8:3 എൻകോഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 8 ഇൻപുട്ട് ഉണ്ടായിരിക്കും, 3 ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. അതിൻ്റെ ആൻസർ എങ്ങനെ വരുന്നത്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആ ട്രൂത്ത് ടേബിൾ അതുമാതിരി തന്നെ വരയ്ക്കുക. y7 മുതൽ y0 വരെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ABC വരുന്നതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ABC ജസ്റ്റ് 3 എണ്ണത്തിൻ്റെ കോമ്പിനേഷൻ വരയ്ക്കുക. ഇത് എങ്ങനെയാണ്? ആദ്യത്തേൽ y0 1 ആയിരിക്കും, പിന്നെ y1 1 ആയിരിക്കും, y2 1. അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു ഓർഡർ നമ്മൾ എഴുതാം. ഇനി എങ്ങനെ എങ്ങനെ കണ്ടുപിടിക്കുക? എവിടെയൊക്കെയാണ് 1 ഉള്ളത് നോക്കുക. ഇവിടെ 1 ഉള്ളത് ഇവിടെയാണ്. ആ 1 എന്ന് പറയുന്നത് y4 അടിയിലാണ്. അപ്പോൾ നമ്മൾ y4 എന്ന് എഴുതി. പിന്നെ ഈ 1 എന്ന് പറയുന്നത് y5 അടിയിലാണ്. പിന്നെ y6 y7. അപ്പോൾ എ എന്ന് പറയുന്നത് y4 + y5 + y6 + y7. ബി എന്ന് പറയുന്നത് y2 + y3 + y6 + y7. സി എന്ന് പറയുന്നത് y1 + y3 വരുന്നുണ്ട്, y5 വരുന്നുണ്ട്, y7 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ 8:3 എൻകോഡറിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോർഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പഴയ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ മുന്നത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനത്തെ ടൈപ്പാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 2021 അതിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലത്തെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാണ് എന്താണ് ഡീകോഡറും എന്താണ് ഡീമൾട്ടിപ്ലക്സറും, അവർ നമ്മളെ ഡിസ്റ്റിങ്ഷൻ എന്താണ്. അപ്പോൾ ഡീകോഡ് നമ്മളിപ്പോൾ പഠിച്ചു. എന്താണ് ഡീകോഡ്സ് എന്ന് പറയുന്നത്? ഇൻപുട്ട് സിഗ്നലിനെ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് സിഗ്നൽ, അതായത് ഇപ്പോൾ എൻകോഡർ നമ്മളിവിടെ ഡീകോഡറായിട്ട് നമ്മൾ പഠിച്ചത് 2 to 4 ആണ്. അപ്പോൾ എത്ര ഇൻപുട്ട് ഉണ്ട് അതിൻ്റെ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡീകോഡർ യൂസ് ചെയ്യുന്നത്. അതിലിപ്പോൾ n ഇൻപുട്ട് ലൈൻസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു 2 to 4 ഡീകോഡർ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ n ഇൻപുട്ട് ലൈൻസ്, 2 ഇൻപുട്ട് ലൈൻസ് ഉണ്ടെങ്കിൽ അവിടെ 2⁻²2 ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടായിരിക്കും, അതായത് 4 ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ അവിടെ സെലക്ഷൻ ലൈൻസ് ഉണ്ടാവില്ല. പിന്നെ അവിടെ മെയിനായിട്ട് നടക്കുന്നത് എന്താണ്? എൻകോഡിങ് ഓഫ് ഡാറ്റയാണ്. അതാണ് ഡീകോഡർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡീമൾട്ടിപ്ലക്സർ? ഡീമൾട്ടിപ്ലക്സർ എന്ന് വെച്ചാൽ ഒറ്റ ഇൻപുട്ട് സിഗ്നൽ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഔട്ട്പുട്ട് സിഗ്നലായിരിക്കും. അതായത് ഇപ്പോൾ ഒറ്റ സിംഗിൾ ഇൻപുട്ട് സിഗ്നൽ 2⁻n ഔട്ട്പുട്ട് സിഗ്നൽ, ഓക്കെ, n സെലക്ഷൻ ലൈൻസ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ വരുന്നത്. സെലക്ഷൻ ലൈൻസ് എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ അത് സ്വിച്ചിങ്ങിനും അങ്ങനെയുള്ള മറ്റുള്ള ഡിസ്ട്രിബ്യൂഷനും വേണ്ടിയിട്ടുള്ള യൂസാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏത് യൂസ് ചെയ്യുന്നത്? ഡീമൾട്ടിപ്ലക്സർ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്വിച്ചിങ്ങിനും ഡിസ്ട്രിബ്യൂഷനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ അതിലത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഹാഫ് ആഡർ സർക്യൂട്ട് എന്ത് ചെയ്യാനാണ്? ഡിസൈൻ ചെയ്യാനാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അത് ആ വീഡിയോ ജസ്റ്റ് നോക്കി വിടുക. പിന്നെ പാരലൽ ആഡർ നമ്മൾ നോക്കി, ക്യാരി ലുക്ക് ആഡർ നമ്മൾ നോക്കി. പിന്നെ അതിൽ വന്നിരിക്കുന്ന 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഇത് രണ്ടും. പിന്നെ ബൈനറി ടു BCD കൺവെർട്ടർ, അതുപോലെ തന്നെ ഡിസൈൻ 4/2 എൻകോഡർ സർക്യൂട്ട്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിലും ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു കോഡ് കൺവേർട്ടർ ഉണ്ടായിരിക്കും, ഒന്നെങ്കിൽ ബൈനറി ടു BCD. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട് BCD to XS3 ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫുൾ ആഡർ, ഹാഫ് ആഡർ, ഫുൾ സബ്ട്രാക്ടർ, ഹാഫ് സബ്ട്രാക്ടർ, അതിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം കാണും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസംബർ 2020 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ് എന്തൊരു ഹാഫ് ആഡർ സർക്യൂട്ട്, അതായത് യൂണിവേഴ്സൽ ഗേറ്റ്, ഒന്നെങ്കിൽ നാൻഡോ അല്ലെങ്കിൽ നോറോ യൂസ് ചെയ്തിട്ട്, യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത് നാൻഡോ നോറാണ്, അത് യൂസ് ചെയ്തിട്ട് ഹാഫ് ആഡർ സർക്യൂട്ട് എന്ത് ചെയ്യുക? ഡിസൈൻ ചെയ്യുക. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യനാണ് 2:1 മൾട്ടിപ്ലക്സർ ഡിസൈൻ ചെയ്യുക. പിന്നെ ഫുൾ സബ്ട്രാക്ടർ, BCD to XS3, BCD ആഡർ. ഓക്കെ, അതിൽ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ 2-bit മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ വരുന്നുണ്ട്. അത് ഞാൻ ആ പോർഷൻ എടുത്തിട്ടില്ല, അത് നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്ററിനെ പറ്റി പറയുന്നതായിരിക്കും. ഓക്കെ.